നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സൗരയൂഥത്തിലെ സൂര്യനായി ഇന്ന് മുഹമ്മദ് റാഫി നിലനിൽക്കുന്നുവെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ പറഞ്ഞു. കീർത്തിയുടെ പരമോന്നതിയിലെത്തിയിട്ടും അഹംഭാവത്തിന്റെ കണിക പോലും ആ കലാകാരന്റെ വാക്കുകളിലോ ചലനങ്ങളിലോ കാണുന്നില്ലെന്നും ഇന്ന് കലാരംഗത്ത് കാണുന്നതും കേൾക്കുന്നതും ലജ്ജാകരമായ കാര്യമാണെന്ന് ചിരന്തന ദർശന സംഘടിപ്പിച്ച റാഫി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും റാഫി അനുസ്മരണത്തോട് റാഫി അവാർഡ് യുഎയിലെ സാമൂഹ്യ ജീവകാരുണ്യ കലാ സാംസ്കാരിക പ്രവർത്തകരായ സാം വർഗീസ്, വെള്ളിയാടി അബ്ദുള്ള, NK ഹമീദ് എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് നൽകി. അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ, അസോസിയേഷൻ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജോബി, ചിരന്തന ജനറൽ സെക്രട്ടറി TP അഷ്റഫ്, ദർശന ആക്ടിംഗ് പ്രസിഡന്റ് സാബു തോമസ്, KV ഫൈസൽ, മുട്ടം സരിഗമ ജനറൽ സെക്രട്ടറി KTP ഇബ്രാഹിം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 10,000 നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യും. യുഎയിലെ വിവിധ സ്കൂളുകളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യും. അൽത്താർ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി. പുസ്തകം, പേന, പെൻസിൽ കളർ, പെൻസിൽ മാർക്കർ, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, ബാഗ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വസ്തുക്കളാണ് വിതരണം ചെയ്യുകയെന്ന് ദുബായ് KS CEO അബ്ദുള്ള അഹമ്മദ് അൽ ഷെഹി പറഞ്ഞു. 400-ലേറെ സന്നദ്ധ പ്രവർത്തകരും അൽത്താർ ഗ്രൂപ്പ് ജീവനക്കാരും അബുദാബിയിൽ ഒത്തുചേർന്നാണ് ആവശ്യ വസ്തുക്കൾ പാക്ക് ചെയ്ത് വിതരണത്തിന് സജ്ജമാക്കിയത്. ദുബായിൽ DP വേൾഡിന്റെ ആഭിമുഖ്യത്തിലും നിർധന വിദ്യാർത്ഥികൾക്ക് ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു വരുന്നു. ഇന്ന് അപകടരഹിത ദിനം. ബ്ലാക്ക് പോയിന്റ് ഒഴിവാക്കാം. വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന അപകടരഹിത ദിനം തിങ്കളാഴ്ച. അധ്യയന വർഷാരംഭത്തിൽ തന്നെ സുരക്ഷാ റോഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ദിനാചരണം നടത്തുന്നത്. തിങ്കളാഴ്ച ഗതാഗത നിയമങ്ങളും നിയന്ത്രണങ്ങളും കർശനമായി പാലിക്കണമെന്ന് ഡ്രൈവർമാരോട് ദുബായ് പോലീസ് ആവശ്യപ്പെട്ടു. ഡ്രൈവർമാരെ നിയമം പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിനുകളും ട്രാഫിക് സംരംഭങ്ങളും വഴി എല്ലാ റോഡ് ഉപഭോക്താക്കൾക്കും ഉയർന്ന സുരക്ഷ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു. തൊഴിലാളികൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ച് ദുബായ് പോലീസ്. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ എമിറേറ്റിലെ തൊഴിലാളികൾക്ക് ഭക്ഷണവും തണുത്ത പാനീയങ്ങളും സൗജന്യമായി വിതരണം ചെയ്ത് ദുബായ് പോലീസ്. അതോറിറ്റിയുടെ പോസിറ്റീവ് സ്പിരിറ്റ് സംരംഭങ്ങളായ ഗുഡ് അംബ്രല്ല 2, ദുബായ് വാട്ടർ എയ്ഡ് എന്നിവയുടെ പ്രചാരണാർത്ഥമാണ് അൽക്കൂസ് ഏരിയയിലെ 300 തൊഴിലാളികൾക്ക് ഭക്ഷണവും പാനീയങ്ങളും എത്തിച്ചത്. വേനൽ സീസണിൽ ചൂടിനെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് യുഎയിലെ വിവിധ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇടയ്ക്കിടെ വിതരണം ചെയ്യാറുണ്ട്. അൽഫരീഷ് സംരംഭം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓഗസ്റ്റ് 23 വരെ നീണ്ട ക്യാമ്പയിനിലൂടെ അൽഫരീഷ് പ്രതിദിനം 35,000 ഐസ്ക്രീമുകളും ജ്യൂസുകളുമാണ് വിതരണം ചെയ്തത്. ദുബായ് മെട്രോയുടെ 15ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ദുബായ് നഗരത്തിന്റെ ഗതാഗത ചരിത്രം മാറ്റിയെഴുതിയ ദുബായ് മെട്രോയുടെ 15ാം വാർഷികാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി RTA. 2009 സെപ്റ്റംബർ 9-നാണ് മെട്രോ ഓടി തുടങ്ങിയത്. കലാപരിപാടികളും സർപ്രൈസ് സമ്മാനങ്ങളും ആഘോഷത്തിന്റെ ഭാഗമാകും. പിറന്നാളിനോടനുബന്ധിച്ച് എമിറേറ്റ്സ് പോസ്റ്റ് പ്രത്യേക സ്റ്റാമ്പും ഇറക്കും. സുവനീറായി പ്രത്യേക നോൾ കാർഡും യാത്രക്കാരിലെത്തും. ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട സുവനീർ ഉൽപ്പന്നങ്ങളുമായി അൽജാബർ ഗാലറ്റി പ്രത്യേക പവലിയൻ തുറക്കും. 2009-2023 വരെയുള്ള വർഷങ്ങളിൽ സെപ്റ്റംബർ 9 രചിച്ചവർക്കായി ദുബായ് ലോഗോ ലാൻഡിൽ അടുത്ത മാസം 21-ന് മെട്രോ ബേബീസ് എന്ന പേരിൽ പ്രത്യേക ആഘോഷം നടക്കും. ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് www.rta.ae എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ആഘോഷങ്ങളുടെ സ്പോൺസർമാരിൽ ഒരാളായ ഇഗ്ലൂ ഐസ്ക്രീം മെട്രോ ജന്മദിന സ്പെഷ്യൽ വിപണിയിൽ ഇറക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.